It's my beautiful pregnancy journey. Follow me. Hi friends. അങ്ങനെ എൻ്റെ പ്രീനാറ്റൽ വർക്കൗട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. പ്രീനാറ്റൽ വർക്കൗട്ട് സെക്ഷനിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അതിൽ വന്നിട്ട് ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മന്ത് ലാസ്റ്റ് വീക്കാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എൻ്റെ ഒരു ശാരീരിക അവസ്ഥ വെച്ചിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. പ്രഗ്നൻസി ആയിട്ടുള്ള ഒരാൾക്ക് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് സജഷൻസ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക, എന്നോട് അഭിപ്രായങ്ങൾ ചോദിക്കുക. പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ സജഷൻസ് ചോദിക്കുക. നിങ്ങളുടെ ഒരു ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറുടെ സഹായത്തിൽ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറുടെ കീഴിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഡോക്ടേഴ്സ് അത്രയും നിങ്ങളോട് സ്ട്രിക്റ്റ് ആയിട്ട് റെസ്ട്രിക്ഷൻസ് തന്ന് റെസ്റ്റ് എടുക്കൂന്ന് പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ റെസ്റ്റ് എടുക്കേണ്ടേ ഉള്ളൂ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹൈ കോംപ്ലിക്കേഷൻസ് തന്നെയാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ ഒരു കോൺഫിഡൻസും ആണ് എന്നെ കൊണ്ട് ഈ വർക്കൗട്ടൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അത് കണ്ടിട്ട് നിങ്ങൾ ആരും അനുകരിക്കാതിരിക്കുക. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക. ഡെലിവറി കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ പ്രഗ്നൻസി വർക്കൗട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ നഷ്ടമായി പോയി. ലാപ്പിലിട്ടിട്ട് ഹാർഡ് ഡിസ്ക് അടിച്ചു പോയി. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ റിക്കവർ ചെയ്ത് എടുത്തതാണ്. അപ്പം ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ടിൻ പ്രഗ്നൻസിയിൽ സെക്കൻഡ് മന്ത് മുതൽ ആണ് സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് മന്ത് ലാസ്റ്റ് വീക്ക് മുതൽ ഏകദേശം 36 വീക്കിലായിരുന്നു എൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നത്. അപ്പം ഞാനൊരു 32 വീക്ക് വരെയുള്ള വർക്കൗട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസുകളൊക്കെ ഇനി ഞാൻ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ഓരോ വീഡിയോയിലും എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ നേരിട്ട അവസ്ഥകളും കാര്യങ്ങളും പിന്നെ പ്രഗ്നൻസി വർക്കൗട്ട് ടിപ്സും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. സെക്കൻഡ് പ്രഗ്നൻസിയിലും ഞാൻ ത്രൂ ഔട്ട് ആയിട്ട് ഇതുപോലെ പ്രീനാറ്റൽ വർക്കൗട്ട്സ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അന്നത്തെ വീഡിയോസ് ഒന്നും എൻ്റെ കയ്യിലില്ല. കാരണം വെച്ചാൽ വീഡിയോ എടുത്തില്ല. അന്ന് ഞാൻ സെൻറ്ററൊക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് പോകുന്നൊരു കാലഘട്ടമായിരുന്നു. പിന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് ആക്റ്റീവായിട്ട് വരുമെന്നൊരു പ്രതീക്ഷയും അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇതെൻ്റെ തേർഡ് ഐഡൻറ്റിക്കൽ ട്വിൻ പ്രഗ്നൻസി ആണ്. ആദ്യത്തെ 3 മാസം പ്രഗ്നൻസിയിൽ ഡോക്ടേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വളരെയധികം കെയർഫുൾ ആയിരിക്കണമെന്ന്. എന്നെ സംബന്ധിച്ച് ആദ്യത്തെ 2 മാസം, അതായത് പ്രഗ്നൻസി അറിയുന്നത് വരെയുള്ളൊരു സമയം ഞാൻ അസാധ്യമായിട്ട് വർക്കൗട്ട് ചെയ്തിരുന്നു. കാരണം കോവിഡിൻ്റെ സമയത്തായിരുന്നു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കോവിഡിൻ്റെ സ്റ്റാർട്ടിങ് പീരീഡ് ആയിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്കൗട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വളരെയധികം ഇൻറ്റൻസിറ്റിയിൽ ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്നു. മാത്രമല്ല എൻ്റെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞ് 1.5 വർഷം കഴിയുമ്പോഴാണ് എൻ്റെ 3ാമത്തെ ട്വിൻ പ്രഗ്നൻസി. പക്ഷേ 1.5 വർഷം കൊണ്ട് തന്നെ ഞാൻ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നേടിയിരുന്നു. അതായത് 1.5 വർഷത്തിന് ശേഷം ഞാൻ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്തു. ആ ഫോട്ടോസാണ് ഈ കാണുന്നത്. സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം എനിക്ക് ഏകദേശം 3.5 സെൻറ്റിമീറ്ററോളം ഡയാസ്റ്റാസിസ് റെക്ടം എന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഹീൽ ചെയ്തിരുന്നു. ഇപ്പം എൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന പോസ്റ്ററെല്ലാം എൻ്റെ ഈ അവസ്ഥകളൊക്കെ റിക്കവറി ചെയ്തതിന് ശേഷമുള്ളതാണ്. ടീൻ പ്രഗ്നൻസി ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ പ്രീനാറ്റൽ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്തിരുന്നു. പ്രഗ്നൻസിയിൽ ഇതുപോലെ ഡീപ് ബ്രീത്ത് ചെയ്യുന്നത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിന് വളരെ നല്ലതാണ്. പ്രഗ്നൻസിയിൽ ഡീപ് ബ്രീത്ത് ചെയ്യുമ്പോൾ ബ്ലഡിൽ ഓക്സിജൻ്റെ ലെവൽ കൂടുന്നതിന് കാരണമാകും. ഇത് അമ്മയ്ക്കും കുഞ്ഞിനും വളരെ നല്ലതാണ്. കൂടാതെ മസിൽസ് ടെൻഷൻ, പേശികളുടെ പിരിമുറുക്കം, ഫിസിക്കൽ ഡിസ്കംഫർട്ട് എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു. പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ്, ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് എന്നിവ കുറയ്ക്കുവാനും സഹായിക്കുന്നു. സ്ലീപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. മൂഡ് എൻഹാൻസ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യുന്നു. അതായത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നു. ഹാർട്ട് റേറ്റ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ടിൻ പ്രഗ്നൻസിയിൽ ഞാൻ നേരിട്ട വലിയൊരു പ്രശ്നമാണ് ഹാർട്ട് റേറ്റ് കൂടുന്നത്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വളരെ വലിയ രീതിയിൽ ഹാർട്ട് റേറ്റ് കൂടുമായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള ഡീപ് ബ്രീത്ത് ആയിരുന്നു ചെയ്തിരുന്നത്. കൂടാതെ പെൽവിക്സിൻ്റെ ഹെൽത്തിനും ഇങ്ങനെ ഡീപ് ബ്രീത്ത് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പ്രഗ്നൻസിക്കും ഡെലിവറിക്ക് ശേഷവും ഏറ്റവും അധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ് പെൽവിക്സ് ഏരിയ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രസവശേഷമുള്ള പെൽവിക്സ് ഹെൽത്ത് സ്ത്രീകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നോർമൽ ഡെലിവറിയുടെ സമയത്ത് ഡീപ് ബ്രീത്ത് എടുത്ത് പുഷ് ചെയ്യണമല്ലോ. അപ്പോൾ പ്രഗ്നൻസിയുടെ ആരംഭ കാലഘട്ടം മുതൽ ഇത്തരത്തിൽ ഡീപ് ബ്രീത്ത് ചെയ്യുമ്പോൾ നോർമൽ ഡെലിവറി ആകുന്ന ആൾക്കാർക്ക് ആ സമയത്ത് ഡീപ് ബ്രീത്ത് നല്ല രീതിയിൽ എടുക്കാനും ഡയഫ്രമാറ്റിക് ബ്രീത്ത് എടുത്തുകൊണ്ട് ബേബിയെ പുഷ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് നല്ല രീതിയിൽ കൂട്ടാൻ സാധിക്കുന്നതാണ്. അപ്പം പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. പ്രഗ്നൻസിയുടെ ആരംഭത്തിൽ നമുക്ക് ഇതേപോലെ, അതായത് ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത് വരെ നമുക്ക് ഇതുപോലത്തുള്ള ലൈറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ ചെയ്യാം. ഈ മൂവ്മെൻറ്റുകൾ ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ മറ്റ് വർക്കൗട്ട് മൂവ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ്. എൻ്റെ ടിൻ പ്രഗ്നൻസിയിൽ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു കുനിയരുത്, സ്റ്റെപ്സ് കയറരുത്, അധികം ബോഡി മൂവ്മെൻറ്റ്സ് പാടില്ല എന്ന്. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അതോടൊപ്പം പ്രഗ്നൻസി വർക്കൗട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം.